മറ്റു വാർത്തകളിലേക്ക്. ചലച്ചിത്ര സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകാനൊരുങ്ങി പോലീസ്. ദുരനുഭവം ജൂറിയെ അറിയിച്ചതെന്നുള്ള പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടാകുന്നത്. ജൂറിയോട് വിശദീകരണവും തേടും. അതേസമയം PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി നാളെയാണ് പരിഗണിക്കുന്നത്. പ്രശസ്ത സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യും ഇടത് സഹയാത്രികനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ സംവിധായികയായ യുവതിയാണ് പരാതി നൽകിയിരുന്നത്. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മലയാളം ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജൂറി അധ്യക്ഷനായ PT കുഞ്ഞുമുഹമ്മദ് ഹോട്ടൽ മുറിയിലേക്ക് വിളിപ്പിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ജൂറി അംഗം കൂടിയായ യുവതി പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ മാസം 6-നാണ് പരാതിക്കാസ്പദമായ സംഭവമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. പരാതിയിൽ അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തിരുന്നു. ചലച്ചിത്ര അക്കാദമിക്ക് പരാതി നൽകിയിരുന്നതായും യുവതി പറഞ്ഞിട്ടുണ്ട്. അക്കാദമിക് വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അവാർഡ് ജൂറി അംഗങ്ങളോടും വിശദീകരണം തേടാൻ നീക്കമുണ്ട്. ജൂറി അംഗങ്ങളുടെ വിശദാംശങ്ങൾ, ഹോട്ടലുകൾ ബുക്ക് ചെയ്തതിന്റെ വിശദാംശങ്ങൾ എന്നിവയും ശേഖരിക്കും. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ചിരുന്നു. എന്നാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ PT കുഞ്ഞുമുഹമ്മദ് നിഷേധിച്ചിട്ടുണ്ട്. പീഡന ശ്രമം ഉണ്ടായിട്ടില്ലെന്നും തെറ്റിദ്ധരിച്ചതുമാണ് എന്നുമാണ് വാദം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജനം, തിരുവനന്തപുരം.